ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ രാത്രികളത്തെ വ്ളോഗും കൂടിയിട്ടാണ് കേട്ടോ. ഇന്ന് ഷാസിമിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയതാണ്. സ്കൂളിൽ നിന്ന് വരുന്ന നമ്മുടെ വീടിൻ്റെ നിന്ന് കുറച്ച് അകലുണ്ട് അവനെ വിളിച്ചിട്ട് വരാൻ. അപ്പോൾ അത് വിളിക്കാൻ പോയിട്ടുള്ള ഒരു വ്ളോഗും കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഒരു വ്ളോഗും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരണേ. എന്ത് ഭംഗിയല്ലേ മഴ പെയ്യുന്ന കാണാനേ. ഇത് ഷാസിമിനെ വിളിക്കാൻ പോയതാണ് കേട്ടോ. സ്കൂൾ ബസ്സിൻ്റെ അവിടുന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി അകലുണ്ട്. അപ്പോൾ അവിടുന്ന് മോനെടുത്തിട്ട് വരികയാണ് കേട്ടോ. അനിയൻ്റെ മോനാണെന്ന് എല്ലാവരും കുറച്ച് പേർക്കൊക്കെ അറിയും. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇതിൻ്റെ റിനുവിൻ്റെ കുഞ്ഞിപ്പാട മോനാണ് കേട്ടോ. അതിൻ്റെ അനിയൻ്റെ മോനാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ കുറച്ച് ദൂരമുണ്ട് മെയിൻ റോഡിലേക്ക്. അപ്പോൾ അവിടുന്ന് കുട്ടീനെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ആ വരുന്ന വഴിക്കുന്ന ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അവിടുന്ന് മിഠായി ഒക്കെ മേടിച്ച് വരികയാണ്. നമുക്ക് മഴ പെയ്ത കാരണം കൊണ്ട് അവനക്കാണെങ്കിൽ സ്കൂളിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. നല്ല മടിയാണ്. എന്താണെന്ന് വെച്ചാൽ അവനെ കൊഞ്ചിച്ച് ലാളിച്ച് അവനെ കുറേ വൈകിട്ടുണ്ടായൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തറവാട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. ഭയങ്കര എല്ലാവരും ലാളിച്ച് കൊണ്ട് നടക്കുകയാണ് കേട്ടോ അവനെ. അങ്ങനെ അതാണ് കേട്ടോ അനിയൻ. എല്ലാവർക്കും അറിയാണ്ടാവും, ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ അറിയാണ്ടാവും ഇതാണ് അനിയൻ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ. അപ്പോൾ കാക്കയുടെ പാട്ടൊക്കെ അവൻ പാടിക്കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാക്കേ കൂടെ എവിടെ എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ പോണ നേരത്തെ ഭയങ്കര കരച്ചിലും വാശിയാണ് കേട്ടോ. ഒരു 150 വട്ടം വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടക്കണം. പിന്നെ എന്താ പറയുക, എല്ലാവരോടും യാത്ര പറയാൻ വരുമ്പോഴൊക്കെ മോന്ത് കയറ്റി പിടിക്കട്ടോ. വരണം നേരത്തെ പിന്നെയും വലിയ കുഴപ്പമില്ലേ, എന്നാലും വാശിയൊക്കെ തന്നെയാണ് കേട്ടോ. അവന് സ്കൂൾക്ക് പോണത് ഒട്ടും ഇഷ്ടമില്ല. അവന് എപ്പോഴും ഞങ്ങളാരെയിലൊക്കെ വേണം അവൻ്റെ കൂടെ. അവന് വേറൊരാളേനും പറ്റൂല. ഈ 2 വീടല്ലാതെ വേറൊരു വീട്ടിലേക്ക് അവൻ പോകൂല. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളെ കല്യാണ ദിവസം തലേ ദിവസം രാത്രി എല്ലാവർക്കും നല്ല കുറച്ച് പേർക്ക് അവിടെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണത്തല ദിവസമൊക്കെ പോയി ഇരിക്കുകയാണ് കേട്ടോ മണ്ഡപത്തിൽ. കുറേ ദിവസം ആയിക്കണം കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് തിരക്കുണ്ടാകുന്നതുകൊണ്ട് ശരിക്കും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്തിരി വൈകിട്ടാണ് കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇത് വ്ളോഗാക്കിയത്. അതാണ് കേട്ടോ കല്യാണം. ചെക്കന്മാർ രണ്ടാളെയാണല്ലോ കല്യാണം. അതാണ് മോള്. ഒരു പെങ്ങളുണ്ട് അവർക്ക്, അതാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് കേട്ടോ പെങ്ങള്. ഇപ്പം നമ്മൾ ഇതാണ് ഷാസിം കണ്ണൊക്കെ പൊത്തുന്നുണ്ട്. അവനെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടു നോക്കുമ്പോൾ അവന് കണ്ണൊക്കെ പൊത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണ തലേ ദിവസം ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടാകുന്നു. മൂത്ത മോനെ പെണ്ണിനെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവരെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു തലേ ദിവസത്തെ പരിപാടി അവിടെ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. നേരത്തെ തന്നെ ഞങ്ങൾ ഇനി തിരക്കാവണായിട്ട് മുന്നേ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മുന്നേ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചെറുതായി ഞാൻ അന്ന് പ്രാക്ടീസിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടുണ്ടാകുന്നില്ലേ, ഡാൻസിൻ്റെ ചെറുതായി പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ട് കളി, കുട്ടികളെ കളി, ഇതൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. കടയേട്ടൻ്റെ കുട്ടികൾ, പെങ്ങന്മാരുടെ കുട്ടികൾ, പിന്നെ അവരുടെ ഇത്താടെ ആങ്ങളുടെ കുട്ടികൾ, പിന്നെ അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ്, പുറമെന്നുള്ള കുട്ടികളൊന്നുമല്ല കേട്ടോ. അപ്പോൾ അവരെ ഒരു വെൽക്കം ചെയ്യണ പോലെയുള്ള ഒരു ഡാൻസ് അവരുടെ ഉണ്ടായിരുന്നു കേട്ടോ. മൂത്ത മോൻ്റെ പെണ്ണും അവനും ഉണ്ടല്ലോ, അതാണ് കേട്ടോ അവര് ഒരു കൊല്ലം മുന്നേ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളതാണ്. തലേ ദിവസമാണ് നമ്മൾ കൂട്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ പിറ്റത്തെ ദിവസമാണ് ചെറിയ മോൻ്റെ കല്യാണം. അവൻ പോയതിന് ശേഷമാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ വളരെയധികം റാഹത്തിലായി കേട്ടോ. സൂപ്പറായി കല്യാണമൊക്കെ. നല്ല എൻജോയ് ചെയ്തു കല്യാണം.
ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ ഒരാൾക്ക് ഒരു ഇടങ്ങറൊന്നും ഇല്ലാത്ത രീതിയിൽ സൂപ്പറായിട്ട് കല്യാണം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കളിയാക്കണം. അതാണ് ചെറിയ മോൻ കേട്ടോ. അപ്പോൾ അവനെയും സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കളിയും പാട്ടും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണ തലേദിവസം. കുട്ടികളുടെ ഡാൻസും കളിയൊക്കെ കാണാൻ നല്ല രസമാണല്ലേ. അതിനനുസരിച്ച് ഞാൻ പാട്ട് ഇതിലിടാൻ ഇനി കോപ്പിറൈറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടാതിരുന്നത്. അപ്പോൾ സ്റ്റേജിലൊക്കെ കയറി അവരൊക്കെ കളിച്ച് അതൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അതൊക്കെ കുറേ നേരം ഇരുന്ന് കണ്ടേ. നല്ല പുറത്താണെങ്കിൽ ഭയങ്കര മഴ കേട്ടോ. പക്ഷെ നല്ലൊരു മണ്ഡപമാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല, ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ കല്യാണ ദിവസം അടിപൊളിയായി കേട്ടോ. വീഡിയോ കണ്ടില്ലേ, ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ശരി, അസ്സലാമു അലൈക്കും.